الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. قال تعالى في قرآنه الكريم: بسم الله الرحمن الرحيم. وإنه لعلم للساعة فلا تمترن بها واتبعون هذا صراط مستقيم. ബഹുമാന്യ മുഅ്മിനീകളെ, കാരുണ്യവാനായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് അവ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്നവരിൽ പെടാൻ ശ്രദ്ധിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തു സുഖ്റുഫിലെ 61-ാമത്തെ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സാന്ദർഭികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇസ്ലാം എന്നത് ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന മതമല്ല. എന്നാൽ ബുദ്ധമതമോ ക്രിസ്തുമതമോ ഒക്കെ, അതുപോലെ മറ്റ് ചില മതങ്ങളും വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവിക മതമാണ് ഇസ്ലാം എന്നതിന് അത് തന്നെ ഒരു തെളിവാണ്. ഖുർആനിൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്തുമതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാമത്തിൽ പേരിലാണല്ലോ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന നിലയിൽ ആ മതം അറിയപ്പെടുന്നത്. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ നബി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഇസ്ലാമും ഒക്കെ ഏറെ മഹത്വത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും നാം വിശ്വസിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നതും. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 3 ശിശുക്കളുടെ കൂട്ടത്തിൽ ഒന്ന് ഈസാ നബിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ
നിരപരാധിത്വം തെളിയിക്കുകയും അതേപോലെ അദ്ദേഹം പ്രവാചകനാണ് എന്ന മുഅ്ജിസത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിലൂടെ ആ നാട്ടുകാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഖുർആൻ അത് സംബന്ധമായി ഇനിയും ചില കാര്യങ്ങൾ ഈസാ നബിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഖുർആൻ തന്നെ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലാ വമിനസ് സ്വാലിഹീൻ. തൊട്ടിലിൽ കടന്ന് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു. സൂറത്ത് മറിയമിൽ അത് സംബന്ധമായി നമുക്ക് കാണാം. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു ഖാലൂ യാ മറിയമു ലഖദ് ജിഅതി ശൈഅൻ ഫരിയാ. ഒരു കുഞ്ഞിനെയുമായി മറിയം ബേബി അവരുടെ മുന്നിൽ സന്നിഹിതരായപ്പോൾ, മറിയമേ, എവിടെ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത്? നിന്റെ പിതാവ് നിന്റെ മാതാവ് ദുർനടപ്പുകാരിയായിരുന്നില്ല. നിന്റെ പിതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നീ എങ്ങനെ ഇപ്രകാരമായി? അപ്പോൾ അവർ മറുപടി പറയാതെ ആ കുഞ്ഞിന് നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട് കുഞ്ഞിനോട് ചോദിക്കാൻ പറയുന്നു. فقال إني عبد الله آتاني الكتاب وجعلني نبيا. ആ ഘട്ടത്തിൽ ആ പിഞ്ചു പൈതൽ, ചോര പൈതൽ തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, എനിക്ക് വഹി ലഭിക്കുകയും ആ നിലക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് എൻ്റെ അവസ്ഥ. അദ്ദേഹം അത് പറഞ്ഞു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റൂഹുള്ള എന്ന് പ്രയോഗിച്ചത് കാണാം. അതെന്താ? ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. സൂറത്തു തഹ്രീമിൽ അല്ലാഹ് പറയുന്നത് അങ്ങനെയാണ്. അവരിൽ നമ്മുടെ റൂഹിനെ കൊണ്ട് നാം ഊതിയെന്നും അങ്ങനെ മറിയം ബീവി ഗർഭിണിയാകാൻ കാരണം അതായിത്തീരുകയും അള്ളാഹുവിന്റെ റൂഹ് എന്ന നിലയിലുള്ള പദവി ഈസാ നബിക്ക് അള്ളാഹു നൽകുകയും ചെയ്തു. മറ്റു ചില ആയത്തുകളിൽ ഈസാ നബിയെ സംബന്ധിച്ച് കലിമത്തുള്ള എന്ന് പറഞ്ഞത് കാണാം. ذلك عيسى ابن مريم قول الحق الذي فيه يمترون. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന ഇദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഉണ്ടാകണമെന്ന് കൽപ്പിച്ചപ്പോൾ അതനുസരിച്ച് അള്ളാഹുവിന്റെ കലിമത്തായി കൊണ്ട് ഈസാ നബിയെ അള്ളാഹു ഉയർത്തി. അങ്ങനെ ഉണ്ടായി എന്ന് ഇനിയും ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് ഇന്നി അഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. കളിമണ്ണിൽ നിന്ന് പക്ഷിയെ ഉണ്ടാക്കി ഞാൻ അതിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഊതുമ്പോൾ ആ പക്ഷി പാറിപ്പറന്ന് ജീവനുള്ളതായി തീരുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നു. അതേപോലെ തന്നെ പിറവിയിലെ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ആളും കുരുടനായ അന്ധനായ ആളും ആ ആളുകളെ ഞാൻ സുഖപ്പെടുത്തും. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. പിന്നെ പറഞ്ഞെന്താ? വഉനബ്ബിഉകും ബിമാ തഅകുലൂന വതദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ എന്താണ് ഭക്ഷിച്ചത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച വീട്ടിൽ ബാക്കിയുള്ളതെന്താ അതും പറയാൻ കഴിയും. ആ നിലക്ക് പല മുഅ്ജിസത്തുകളും നൽകിക്കൊണ്ട് ഈസാ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു. എന്നാൽ പ്രവാചകൻ എന്ന നിലക്കുള്ള സ്ഥാനമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. മുഅ്മിനുകളായ ആളുകൾ മുഴുവനും ഈസാ നബിയിൽ വിശ്വസിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാകും. അതുകൊണ്ടാണ് ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി
എല്ലാ മുഅ്മിനുകളും സകല പ്രവാചകരിലും വിശ്വസിക്കുന്നവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലി, ഒരാളെയും അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഗീയ വംശീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഡെൻമാർക്കിൽ നിന്ന് നബിയുടെ ചിത്രം അവരൊരു വലിയ തീവ്രവാദിയുടെ ബോംബ് വഹിച്ച ഒരാളുടെ ചിത്രമായി കാർട്ടൂണായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ ഈസാ നബിയെ മോശമാക്കി ചിത്രീകരിച്ചിട്ടില്ല. ഈസാ നബിയുടെ മഹത്വം ആ ഘട്ടത്തിലും മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ക്രിസ്ത്യാനികൾ കേരളക്കരയിൽ വരെ മുസ്ലിംകൾക്കെതിരെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളും സംഘടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്ന, ഗൾഫിലിരുന്ന് തെറി പറയുന്ന, നാട്ടിൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന, നബിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു മുസ്ലിം പോലും ഈസാ നബിയെ സംബന്ധിച്ച് മോശമായി പറയാൻ സന്നദ്ധമാകാത്തത് അള്ളാഹു ഈസാ നബിക്ക് അത്രമാത്രം മഹത്വം നൽകിയത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അല്ല എങ്കിൽ ആ ഒരു തരത്തിലുള്ള മോശപ്പെട്ട നിലപാടും മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. അവർ പ്രവാചകനെ തെറി പറയുന്നതിനാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. അങ്ങനെ ആ നിലക്ക് പ്രവാചകനെ അംഗീകരിക്കുന്ന ആളുകളാണ്, ഈസാ നബിയെ അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. ഇനി ഈസാ നബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖൗലുഹും ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലുള്ളാഹ്, അവര് പറഞ്ഞല്ലോ ഈസാ നബിയെ ഞങ്ങൾ കൊന്നുകളഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് ക്രിസ്ത്യാനികളായ ആളുകൾ പറഞ്ഞു. അള്ളാഹ് മറുപടി പറഞ്ഞു വമാ ഖതലൂഹു വമാ സലബൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, അവർ ക്രൂശിച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, ആരാണ് ഈസാ നബി എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ പല ആളുകളെ ഒരേ രൂപത്തിൽ അള്ളാഹു ആക്കി തീർക്കുകയും അതിൽ ഈസാ നബിയെ വധിക്കാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒരു കാരണവശാലും അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ, ഈ വിഷയത്തിലുള്ള അവർ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. പിന്നെയോ മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൻ, ഊഹത്തെയാണ് അവർ പിൻപറ്റിയിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. കാരണം കുരിശുമരണത്തെ സംബന്ധിച്ച് 4 അഭിപ്രായങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നില് അദ്ദേഹം കുരിശും ചുമന്നു പോയി എന്നാണെങ്കിൽ മറ്റൊരാള് അദ്ദേഹത്തെ കൊണ്ട് കുരിശ് ചുമപ്പിച്ചു എന്നോ, അതേപോലെ തന്നെ സ്വയം കുരിശ് ചുമക്കേണ്ടി വന്നു എന്നോ, ഇങ്ങനെ സ്വയം കുരിശിലേറി എന്നോ, ഇങ്ങനെയുള്ള 4-5 അഭിപ്രായങ്ങളാണ് അവർക്കിടയിൽ. യഥാർത്ഥത്തിൽ അതിന്റെ വശം ഏതാണെന്ന് അവർക്കറിയില്ല. അതാണ് അള്ളാഹ് പറയുന്നതും അവര് ഊഹത്തെയാണ് പിൻപറ്റുന്നത്. എന്നിട്ട് റബ്ബ് പറഞ്ഞു വമാ ഖതലൂഹു യഖീനാ ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. മനസ്സിലായോ? വകാന അല്ലാഹു അസീസൻ ഹകീമാ, അള്ളാഹു അതിന് കഴിവുള്ളവനാണ്, യുക്തിജ്ഞനാണ്, പ്രതാപിയാണ്. നമ്മളെ വിശ്വാസം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ഈസാ നബിയെ സംബന്ധിച്ച് അവസാന നാളിൽ ഇറങ്ങുമെന്ന് കൃത്യമായും പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ സൂചന നൽകുന്നുണ്ട്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിലുള്ളത് വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, ആ പദത്തെ സംബന്ധിച്ച് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട ഒരു അറിവ്, ആ അറിവിനെ സംബന്ധിച്ച് ഫലാ തംതറുന്ന ബിഹാ, നിങ്ങൾ ആ അന്ത്യദിനത്തെ സംബന്ധിച്ചോ അതിന്റെ അടയാളങ്ങളിലോ സംശയിക്കരുത്. വത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗം. ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിം റളിയല്ലാഹു അൻഹും മറ്റ് സഹാബികളിൽ പ്രമുഖരുമൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്
വഇന്നഹു ലഇൽമു സ്സാഅത്തി എന്ന് പറഞ്ഞാൽ ഐ അൽ മുറാദു ബിഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളം എന്ന നിലയിൽ. എന്നിട്ട് ഹദീസുകളിൽ കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി لا يوشكن أن ينزل فيكم ابن مريم حكما مقسطا. നല്ല നീതിമാനായ ഒരു പ്രകാശ ഗോപുരം എന്ന നിലയിൽ നീതിമാനായ ഭരണാധികാരിയായിക്കൊണ്ട് അന്ത്യദിനത്തിൽ ഈസാ നബി ഇറങ്ങുക തന്നെ ചെയ്യും. അള്ളാന്റെ അടുക്കലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ അതും ഇതും കൂടി കൂട്ടു വായിക്കാൻ വളരെ സുഖാണ്. തഫ്സീറുകൾ പരിശോധിച്ചു നോക്കിയാൽ അത്തരം ചില പ്രയോഗങ്ങള് ഇന്നി തവഫൈതുഹു എന്ന് പറഞ്ഞതിന് പൂർണ്ണമായി എടുത്തു. ഏതുപോലെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പല പരാമർശങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ ഉറക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കിയിട്ട് അതിന് ആ ആയത്തുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ അദ്ദേഹത്തെ ഉയർത്തി എന്ന് തന്നെ ഈ ആയത്തിനെ വ്യക്തമായി ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടോ ഈസാ നബി വന്നു കഴിഞ്ഞാൽ കുരിശുകളൊക്കെ തകർക്കും. അന്ത്യദിനത്തിൽ വന്നു കഴിഞ്ഞാൽ, അടയാളമായി വന്നു കഴിഞ്ഞാൽ പന്നികളെ കൊല്ലും. വയദഉൽ ജിസിയ, നികുതി ഭാരം പൂർണ്ണമായും ഇല്ലാതാക്കും. വയുഫീദുൽ മാലു ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, പണം അങ്ങോട്ട് ഒഴുകും, സ്വീകരിക്കാൻ ആളുണ്ടാവില്ല എന്നാ. മനസ്സിലായോ? എവിടെയാ ഈസാ നബി ഇറങ്ങുന്നത്? ഫയൻസിലു മനാറത്തുൽ ബൈളാഇ ശർഖി ദിമശ്ക്, ദമാസ്കസിന്റെ കിഴക്ക് ഭാഗത്താണ്. എന്നിട്ട് ആ ഹദീസ് വിശാലമായി പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ സുബ്ഹിയുടെ സമയത്താണ് ഇറങ്ങുക എന്ന് തന്നെയും വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈസാ നബി അരാമിക് ഭാഷ സംസാരിക്കുന്ന ആളാണ്. ആ പ്രദേശങ്ങളിൽ ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ആ ഭാഷ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെന്നും അത് സംസാരിക്കുന്ന ആളുകളുണ്ടെന്നും പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാം. അങ്ങനെ ആ ആളുകളുടെ ഇടയിൽ ഈസാ നബിയുടെ ആ കാലഘട്ടത്തിൽ സംസാരിച്ച ഭാഷ ആ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും എന്നതിന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാം, തെളിവുണ്ട്. ഇനി അതാ ഞാൻ സൂചിപ്പിച്ചത് ഈസാ നബിയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെ സംബന്ധിച്ച്. ദൈവപുത്രനാണോ? വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറഞ്ഞു ഉസൈർ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന്. അദ്ദേഹം പ്രവാചകനാണ് എന്ന നിലക്ക് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. എന്നാൽ വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികളും പറഞ്ഞിരിക്കുന്നത് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ്. യഹൂദികളെ പോലെ തന്നെ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാക്കി. അത് അവരുടെ വായ കൊണ്ടുള്ള വെറും വർത്താനം മാത്രമാണ്. അതിനുള്ള കാരണം എന്താ? പിതാവില്ലാതെ ഈസാ നബി ജനിച്ചു എന്നതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് ثم قال له كن فيكون. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചല്ലോ. പിതാവില്ല, മാതാവില്ല എങ്കിൽ അതേപോലെയാണ് ഈസാ നബിയുടെ ഉദാഹരണം. ആദം നബിയെ സൃഷ്ടിച്ച് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അതിന് റൂഹ് ഓതുകയും അങ്ങനെ ആദം നബി മനുഷ്യനായി മാറുകയും ചെയ്തുവെങ്കിൽ അതേപോലെ തന്നെയാണ് ഈസാ നബിയുടെ കാര്യവും. പിതാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുൻ ഫയകൂൻ, ഉണ്ടാകാൻ പറയുന്നു, അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നു. എത്ര മഹത്തരമാണ് നമ്മൾ ഈസാ നബിയെ സംബന്ധിച്ച് വിശ്വസിച്ചു വരുന്നത്. ആരാണ് ഈസാ നബിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി, വളരെ അദ്ദേഹത്തിന്റെ മഹത്വവും ജനനവും മാതാവിന്റെ നിരപരാധിത്വവും ഒക്കെ കൃത്യമായും ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് മുസ്ലിംകളായ മുഅ്മിനുകളായ ആളുകൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, അത് അവർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഭയാനകത എത്രമാത്രമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ,
വമ്പിച്ച ഒരു ആരോപണം അവിടെ നടത്തിയിട്ടുള്ളത്. കാരണം ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവ സാലിസു സലാസ, മൂന്നാളുകൾ കൂടി ഒരുത്തനാണ് അല്ലാഹ് എന്ന ത്രിയേകത്വ സിദ്ധാന്തം അത് വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ തീർച്ചയായും അവർ നിഷേധികളാകുന്നു. അവർ അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബിയുടെ പേരിൽ വെച്ച് കെട്ടിയ ഒരു കളവാകുന്നു ഈസാ നബി ദൈവപുത്രനാണ് എന്നതും, അതേപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നവരാണ് ദൈവം എന്ന സങ്കല്പവും യഥാർത്ഥത്തിൽ ആ ഭാഗത്തിലേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് ആശംസ അർപ്പിക്കുന്ന ആളുകളോ അതിന് കേക്ക് മുറിക്കുന്ന ആളുകളോ ആ പരിപാടികളിൽ സാന്താക്രൂസിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആടിപ്പാടുന്ന അവസ്ഥയും നൃത്തവും ഗാനങ്ങളും പരിപാടികളുമായി ഘോഷയാത്രകളുമായി സഹകരിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം. അതുപോലെ അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നവരും മനസ്സിലാക്കണം, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന അവരുടെ വിശ്വാസത്തിന് നമ്മൾ പ്രോത്സാഹനം നൽകലാണ്. ആ നിലക്കുള്ള സമീപനം ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന വശം ഒരു മുഅ്മിനായ മനുഷ്യൻ നമ്മളുടെ മതമനുസരിച്ച്, നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച്, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കുക എന്ന വിശാലമായ തത്വമാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇനി നമ്മള് മത സൗഹാർദ്ദം ഇതുകൊണ്ട് തകർന്നു പോകുമോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായും ജീവിതത്തിൽ അത്തരം കാര്യം കാണിച്ചു തരികയും ആ രണ്ട് ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മാനുഷികമായ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ആ ജൂത സ്ത്രീ നൽകിയ ഭക്ഷണം പോലും നബി കഴിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കി വദിർഉഹു മർഹൂനുൻ ഇൻദ യഹൂദിയിൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് 300 സാഇന് വേണ്ടി നബിയുടെ അങ്കി, യുദ്ധത്തിന്റെ അങ്കി, അത് പണയം വെച്ചത് ഒരു ജൂതന്റെ അടുക്കലായിരുന്നു. അതുപോലെ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സഹാബികൾ പറയുന്നുണ്ടല്ലോ, അതൊരു ജൂതനാണ് നബിയെ. നബി പറഞ്ഞതെന്താ? ഫഇന്നഹു ഇൻസാനുൻ, അയാൾ ഒരു മനുഷ്യനാണ് എന്നാണ്. ഈ മാനുഷികമായ സമീപനം എല്ലാ കാര്യങ്ങളിലും ഇതര സമൂഹവുമായി നമുക്കുണ്ടാകണം. എന്നാൽ മുഅ്മിനീകളായ ആളുകൾ അവരുടെ വിശ്വാസ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഹ്റാമിൽ പോലും കുങ്കുമ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് നബി വിരോധിച്ചത് മറ്റൊരു സമുദായത്തിന്റെ ആചാരം പിൻപറ്റരുത് എന്നതുകൊണ്ടാണ്. നബി പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, മറ്റൊരാളോട് സാദൃശ്യപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുമ്പോൾ, ആശംസകൾ അർപ്പിക്കുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ആ നിലക്ക് അതിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് തകരാറ് സംഭവിക്കുന്ന, അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകരുത്. ഒരു ദിവസം 17 തവണ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാകണേ, നിന്റെ കോപത്തിന് വിധേയരായ ആൾക്കാരുടെ മാർഗത്തിലാക്കരുതേ, വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമാക്കരുതേ. ഈ വലല്ലാലീൻ എന്നതിന്റെ വിശദീകരണം ഹദീസുകളും ഖുർആനുമൊക്കെ തഫ്സീറുമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഇത്തരത്തിലുള്ള വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനികളെയും മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ജൂതന്മാർ
ജൂതന്മാരെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുഹറം നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ജൂതന്മാരനുഷ്ഠിക്കുന്ന നോമ്പാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസം നമ്മളാണ് അഹഖ്ഖും മുസാമിൻകും, അവരെക്കാൾ ഏറ്റവും അർഹർ എന്ന് പറഞ്ഞുകൊണ്ട് നബി ആ ദിവസവും അതുപോലെ അവരോടെതിരാകാൻ വേണ്ടി 9 കൂടി അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു. അത്രമാത്രം അവരുടെ ആചാരവുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പരലോകത്ത് ചോദിക്കുന്നുണ്ട്, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനി. ഈസാ നബിയോടും ഈസാ നബിയുടെ മാതാവിനോടും ചോദിക്കുന്നുണ്ട്. ഈസാ നബിയോട് ചോദിക്കുന്നു, താങ്കൾ പറഞ്ഞിരുന്നോ എന്നെയും എന്റെ മാതാവിനെയും മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്ത ഇലാഹായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞിരുന്നോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഖാല സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് അവകാശമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും തമ്പുരാനെ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, നീ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായും നീ അറിയുമല്ലോ. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം. വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ലല്ലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ സകല അദൃശ്യങ്ങളുടെയും അറിയുന്നവനായ അത്യുന്നതനായ നാഥനാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്ക്, അങ്ങനെ ഈസാ നബിയോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സിയം വലിയുള്ള ഞാൻ ലോകത്ത് നിയന്ത്രിക്കുന്ന ആളാണ്, അയാൾ പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം ചെയ്യാന്ന് പറഞ്ഞോ? നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് എന്നോട് പറയുക, ഞാൻ പുറത്തിരാന്ന് റസൂലുള്ള പറഞ്ഞോ? ഏതെങ്കിലും പ്രവാചകന്മാര് പറഞ്ഞോ? ഏതെങ്കിലും വലിയകൾ പറഞ്ഞോ? അത് തന്നെയാണ് ഈസാ നബിയുടെ കാര്യത്തിലും പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ആ പ്രവാചകന്മാരോ മുൻകഴിഞ്ഞ സാലിഹ്യങ്ങളോ അങ്ങനെ അവർ അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ മാർഗം, നമ്മളുടെ ആദർശം വളരെ കണിശമാണ്, കൃത്യമാണ്. ഇനി വരാൻ പോകുന്ന ഒരു അടുത്ത പുതുവർഷ ആഘോഷ പുലരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടേണ്ട ദിവസം. ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞുപോയി, മരണത്തിലേക്ക് മനുഷ്യൻ അടുക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ടത് അവിടെയാണ് സഹോദരങ്ങളെ. പടച്ചോനെ, എന്റെ റൂഹ് പിടിക്കാൻ എന്റെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ എന്റെ ദിവസത്തിൽ നീ എണ്ണിയിട്ടുള്ള 365 ദിവസം അത് കഴിഞ്ഞു പോയല്ലോ റബ്ബേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ അമലൊന്നാക്കണ്ടയോ എന്ന ചിന്താഗതിയാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ടത്. മറിച്ച് ആ ഷാർപ്പ് ടൈം നോക്കി കാത്തുനിന്ന് ആഘോഷങ്ങള്, പുലരി, പുതുവർഷ പുലരിയുടെ എന്തൊക്കെയോ വേണ്ടാത്ത തോന്നിവാസങ്ങള്, പാപ്പാനിയെ കത്തിക്കുന്ന ഒരു കൂട്ടര്, ഒരു സെക്കൻഡ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അത് ആഘോഷിക്കുന്ന വേറൊരു കൂട്ടര്, അതുപോലെ തന്നെ പരസ്പരമുള്ള സൗഹാർദ്ദത്തിന്റെ അതുപോലെ മറ്റു പലതിന്റെയും പേരുകളിൽ എന്തൊക്കെയോ വേണ്ടാവൃത്തികൾ ചെയ്തു കൂട്ടി ആനന്ദത്തിന്റെ ലോകത്തേക്ക് പുതുവർഷ പുലരിയെ കൊണ്ടെത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ആഘോഷത്തിന്റെ പേരിൽ തിമർത്ത് ആടേണ്ടവരല്ല മുഅ്മിനുകൾ. അപ്പോഴേ നമുക്ക് നമ്മളുടേതായ വ്യക്തിത്വം ഉണ്ടാവും. അന്തുമുൽ അഅ്ലൗന ഇൻ കുന്തും മുഅ്മിനീൻ എന്ന് വെറുതെ അല്ല ഖുർആൻ പറയുന്നത്. വിശ്വാസം അതനുസരിച്ച് വളരെ കൃത്യമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ സാമൂഹികമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പും നിലനിൽപ്പും ആദർശ പ്രതിബദ്ധതയുള്ള കൃത്യമായി പടച്ച തമ്പുരാന്റെ റൂട്ടില്
അകവും പുറവും ശുദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ. അത്തരം വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ. അങ്ങനെ നമ്മളിൽപ്പെട്ട ഓരോരുത്തരും ഇത്തരം കാലഘട്ടങ്ങളിൽ മനുഷ്യരുണ്ടാക്കി തീർക്കുന്ന സകല വേണ്ടാത്തരങ്ങളെയും തിരിച്ചറിയുകയും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ശുദ്ധരായി ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അഹ്ലി കിതാബുകളായ ആളുകൾ അറുത്ത ഉരുവിനെ നമുക്ക് ഭക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അവരുടെ മാംസം, അവരുടെ ഭക്ഷണം ഹലാലാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. തആമുഹും ഹില്ലുൽ ലക്കും വ തആമുക്കും ഹില്ലുൽ ലഹും. അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംബന്ധമായി കൃത്യമായി പറയുന്നുണ്ട്. തആമുഹും ദബാഇഹും, അവരുടെ അറവുകളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജൂതന്മാരുടെ ഭക്ഷണം നബി സ്വീകരിച്ച ചരിത്രം നമുക്കറിയാലോ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, ഒരു ജൂത സ്ത്രീ നബിയെ ക്ഷണിച്ചപ്പോൾ ആടിൻ്റെ അവരറുത്ത മാംസത്തിൻ്റെ കുറക് ആയിരുന്നു നബി ഭക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് അനുവദനീയമാണ്. അതുപോലെ സഹാബത്ത് അകലു തആമൻ നസാറ ബി സൂരിയ, സിറിയയിൽ എത്തിയപ്പോൾ സഹാബത്ത് സിറിയക്കാരായ ക്രിസ്ത്യാനികൾ അറുത്ത മാംസം അവർ ഭക്ഷിച്ചു എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്, ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ ഇത്തഫഖൽ ജുംഹൂർ അലാ അന്നഹു ജായിസുൻ മാ ദബഹ അഹ്ലുൽ കിതാബ്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അത് അനുവദനീയമാണ് എന്ന നിലക്ക് അഭിപ്രായപ്പെട്ടിട്ട് യോജിച്ചിട്ടുണ്ട്. വഖാല നവവി ഇന്നമാ ദബഹ അഹ്ലുൽ കിതാബ് ഇന്നഹു ജായിസുൻ വഇൻ സുമ്മിയ ലം യുസമ്മ. അവർ ബിസ്മി ഇല്ലാൽ നിൽക്കുള്ള ജല്ലില്ലാൽ നിൽക്കുള്ള അഹ്ലു കിതാബുകളാണ് അർത്ഥതെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കാവാം എന്ന് നവവി, ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം നവവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് ഇത് സംബന്ധമായി മനസ്സിലാക്കാനുള്ള കാര്യം. എന്നാൽ ചർച്ചുകൾക്കോ ആ നിലക്കുള്ള അവരുടെ വിഗ്രഹങ്ങൾക്കോ പോലെയുള്ളതിനെ അറുക്കുന്ന ബോധ്യപ്പെട്ടാൽ കഴിക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് നല്ലവരായി ജീവിച്ച് മരിച്ചു പോകുന്നവരിൽ പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗിയായ അദ്ദേഹത്തിന് ശിഫ നൽകുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മയും റബ്ബ് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിൽ, ബന്ധുക്കളിൽ ഒക്കെ തന്നെയും പലതരത്തിലും പല രോഗങ്ങളിലും വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സകലവിധ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.